യോ ഗായ്സ് വാട്സാപ്പ് അപ്പോൾ റേസർ ഗെയിമിംഗ് മച്ചാൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാ മച്ചാന്മാർക്ക് ഒരു സ്വാഗതം. സോ ഗായ്സ് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ബീറ്റ എഡിഷനിലെ ഒരു ഗെയിമായിട്ടാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അല്ല, ഇതെൻ്റെ ചേട്ടനും അനിയത്തിയും ചേട്ടനും അനിയത്തിയല്ല, ഞാൻ തന്നെ കളിച്ചാട്ടോ. ഞാൻ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ വേൾഡ്സ് തന്നെയാണ്. ഇന്ന് നമ്മളൊരു പുതിയ സർവൈവൽ വേൾഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗായ്സ് നമുക്ക് ചീറ്റ്സ് ഓൺ ആക്കിയാലോ? അല്ല ഗൈസ്, ചീറ്റന് ഓൾവേസ് ഷോ കൊടുക്കാം. നമുക്ക് ബെഡ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് മാറ്റാം. ഓക്കെ ദെൻ ക്രിയേറ്റ്. സോ ഗൈസ്, ഈ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ. ചേട്ടാ ഇതന്നെ വരാത്തേ. സോ ഗൈസ് ഇച്ചിരി സ്ലോ ആണ്. ഓക്കെ സർവൈവ്. വന്നേക്കുന്നത് തന്നെ സ്പോൺ ചെയ്തേക്കുന്നത് ഡെസേർട്ടിൽ തന്നെയാണ്. റെഡി, ഗുഡ്. അത്രയ്ക്ക് മോശമാണെന്ന് ഞാൻ പറയില്ല, നല്ല രസമുണ്ട്. ഹായ് തണ്ണിമത്തൻ, യമ്മി യമ്മി. ഫുഡിനായി ഗൈസ്, ഫുഡിന് വേണ്ടി നമുക്ക് തണ്ണിമത്തൻ കിട്ടി. വേഗം നീ തണ്ണിമത്തനെല്ലാം ഒന്ന് കൊത്തിയെടുക്കട്ടെ ഗൈസ്. ഇതെന്തൂരാ ഡ്രോപ്പ് ചെയ്യണേ? അയ്യോ അവിടെ 3 പൊട്ടിച്ചപ്പോഴത്തേനും 13 എണ്ണം. വാട്ടർമെലൻ വാട്ടർമെലൻ പീസ് ആകുമല്ലോ. അങ്ങനെ 18 വാട്ടർമെലനായി. അല്ല, ഇനിയിപ്പോൾ നമുക്ക് വുഡ് വേണം. വുഡ് ഈസ് പ്രധാനം. അത് ഗൈസ്, ഇത് ആരുടെയും വേറൊരു സർവർ വല്ല കാണിച്ചോ? അവിടെ എന്തോ ഒരു ഇത് ഗൈസ്. ഓ മൈ ഗോഡ്, ഇവിടെ തന്നെ പറ്റിയതാ. ഐ തിങ്ക് ഇവിടെ വേറെ ആരോ ഉണ്ട്, നോക്കട്ടെ. Oops, your account was disconnected. To access online features, please sign in at the main menu and restart your game. വേറെ ആരും ഇല്ല സംഭവം, പക്ഷെ എന്നാലും അതെങ്ങനെ ഗായ്സ്? ക്യാൻ ബിലീവ്. ഒയ്യോ ഗായ്സ്, മോൺസ്റ്റർ. ഓടിക്കോ. അവന്മാരെ കാണരുത്, കണ്ടു കഴിഞ്ഞാൽ സീനാ മോനെ. ചിക്കൻ ചേച്ചി, കുറച്ച് മീറ്റിംഗ് തന്നെ. കുറച്ച് ചിക്കൻ താ ചേച്ചി. ചേച്ചി ഓടി. അയ്യോ ചേച്ചി ഉണ്ട്, ചേച്ചി പോയി. ഷോ നമ്മളാണെങ്കിൽ ഓൾവേസ് ഓൺ ചീറ്റൊക്കെ ഓണാക്കി ഇട്ടിട്ടാണ് കളിക്കണേ. അപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുമോ എന്തോ. നമുക്കാദ്യം നമുക്ക് ഷീപ്സിനെ കിട്ടണം ഗൈസ്. ഷീപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് മാറ്റും, ഉറപ്പ്. വേഗം വുഡ് കൊത്തിയെടുക്കാം. കുറേ വുഡ് വേണം താനും. സോ ഗൈസ്, ഈ വുഡ് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. 3, 2, 1. ഓക്കെ ഗൈസ്, നമ്മളെ വുഡ് മുറിച്ചു. പിന്നെ നമുക്കൊരു ആട് ചത്തത്. ആടിനെ നമ്മൾ കൊന്നു. ഇതെന്താ ഗൈസ്? ഹൈ പൂച്ച. നിൽക്ക് പൂച്ച. എനിക്ക് പൂച്ചകളെ ഒത്തിരി ഇഷ്ടം, കാരണം എൻ്റെ വീട്ടിലുണ്ടൊരു പൂച്ച. അതിനെ ഭയങ്കര ക്യൂട്ടാ. ഇതെന്തുവാ സാധനം? എന്തോ മനസ്സിലായില്ല. വാട്ട് ഈസ് ദിസ്? കൊക്ക ബീൻസ്. വീണ്ടും ഒരു കൊക്ക ബീൻ കിട്ടി. കുറച്ച് കൊക്ക ബീൻ എടുക്കട്ടെ. ഗായ്സ്, നമ്മൾ ഒരാടിനെ കൊണ്ടു. ദേ ഇരിക്കണം മറ്റൊരാട്. ഗായ്സ്, നമുക്ക് ആടിനെ വേണം, എങ്കിലും ആ ചീറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആടിനെ വേണം ഗൈസ്. വേഗം അതിനെ കൊണ്ട് കൊല്ലട്ടെ. ഡേ ആടിപ്പോയി. ആടെ നിൽക്കാടെ അവിടെ. ആടെങ്ങോട്ടോ പോയി ഗൈസ്. നശിച്ച ആട്. എൻ്റെ ആട്. ഷടാ ഗായ്സ്, ആട് പോയിട്ടുമുണ്ട്. ഇത്രയും വന്നല്ലേ ഗായ്സ്, മേലോട്ടൊന്ന് പോകണം. ആടുകുട്ടനോട് ബ്ലോക്കായിരുന്നു. നിന്നെ ഇന്ന് കൊന്നിട്ടേ പരിപാടിയുള്ളൂ മോനെ. അതിനെങ്ങനെയെങ്കിലും കൊള്ളണം ഗൈസ്.
ഓക്കെ ഗൈസ്, നമ്മൾ ആ ആടിനെ കൊന്നിട്ടുണ്ട്. യെസ്, ലെറ്റ്സ് ഗോ. ഇതെന്തോ ബാംബു. യെസ്. ഓക്കെ, മരം കൊത്താം. ലെറ്റ്സ് ഗെറ്റ് സം വുഡ്. ഒരാടിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ചീറ്റ് ഓഫ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ആ ഇത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഒരാടിനെയും കൂടെ താ ഭയങ്കര പ്ലീസ്. ഓക്കെ, നമുക്ക് ഈ വുഡ് ഇങ്ങനെ കൊത്തി 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 കാത്തിരിക്കാം. ചേടാ, ഇത് തീരുന്നില്ലല്ലോ. സോ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് കാണാം. 3, 2. ഗൈസ്, നമ്മൾ ഇങ്ങനെ മുറിച്ചോണ്ടിരുന്ന ഒരു സംഭവം കണ്ടു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ആട് ചത്ത് കിടക്കണം കണ്ടു ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ക്രിയേറ്റീവ് മൂടി പോയി എടുത്താ. നല്ല സത്യം, ഞാൻ സത്യമായിട്ടും പറയാം. എനിക്കിവിടെ 3 ആട് നിങ്ങൾക്ക് കണ്ടറിയാം. വൈറ്റ് വൂൾ 3 എവിടെ പ്ലേസ് ചെയ്ത് കാണിച്ചാൽ 1, 2, 3 കണ്ടോ. ഇതിൽ കിടക്കാൻ പറ്റുമായിരുന്ന കൊള്ളായിരുന്നു ഗൈസ്. ഫൈനലി യെസ്. അങ്ങനെ നമുക്ക് 3 വൂൾ കിട്ടിയേക്കാണ് ഗൈസ്. ഞാൻ ആ ചീറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാം. ദീപുമ്പ. ഓക്കെ ഗൈസ്, നമ്മൾ ആ ചീറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം കാത്തിരുന്നുകൊണ്ടിരുന്നത്. മൈൻക്രാഫ്റ്റായിട്ട് എനിക്ക് ഡ്രോപ്പ് ചെയ്ത് തന്ന പോലെയാണ്. ഒരു ആട് ചത്ത് കിടക്കണം ഞാൻ കണ്ടു ഗൈസ്. ഹായ് പട്ടിക്കുട്ടൻ. പട്ടിക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ബോൺ പോലും ഇല്ല. ബോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ അങ്ങ് വളർത്തായിരുന്നു അല്ലേ ഗൈസ്. ഐ ക്യാൻ ബിലീവ് ഇറ്റ്, ഐ ഗോട്ട് ദം. മെലൺ സീഡ്സ്. മെലൺ വെച്ച് മെലൺ സീഡ് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. ഫുഡ് വെച്ച് ചോക്കൂട്ട് ഉണ്ടാക്കാം. പശുമാമ ഗൈസ്, ഇതെനിക്ക് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നു. നേരത്തെ എനിക്ക് അവിടെ വെച്ച ഒരെണ്ണം കിട്ടിയതേ, ഇപ്പം ഇവിടെ വീണ്ടും. ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇതിന് നിങ്ങൾ അടിക്കുമ്പോൾ എൻ്റെ ഹാങ് ആവുക ഗൈസ്. ഓക്കെ ഗൈസ്, നൈറ്റായി തുടങ്ങും. അയ്യോ ഗൈസ്, നൈറ്റ് ആവുന്നുണ്ടോ? സൂര്യനോടെ. ഇപ്പം നൂണാണ്. നമുക്ക് വേഗം ബെഡ് അങ്ങോട്ട് ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളിന് ഓക്ക് വേണം ഗൈസ്. അത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ, തൊരന്നുണ്ടാക്കിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓനോ, വേർ ഇസ് ക്രാഫ്റ്റിംഗ് ടേബിൾ? Oh no guys, what the fuck is going on? നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുന്നു, വെക്കുന്നു. യെസ്, ഇത് വെക്കുന്നു. അയ്യോ, അത് അവിടെ കൊണ്ടാണ് ഞാൻ വെച്ചത് ഗൈസ്. നമുക്ക് വേണ്ടത് എന്താണ്? ബെഡ്. ലെറ്റ്സ് ഗോ. ബെഡ് ഉണ്ടാക്കി. ഇതിനെന്തൊക്കെയാണ് വേണ്ടത്? ഒരു കോളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമുക്കൊരു നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആയുധങ്ങൾ. വേർ ഈസ് മൈ ആയുധങ്ങൾ? എല്ലാം ഉണ്ടാക്കട്ടെ. ന്യൂ റെസിപ്പി ആകുമ്പോൾ പക്ഷേ ഗൈസ്, നമ്മുടെ കയ്യിൽ വാളുണ്ടാക്കാനുള്ള വുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് വേറെ കുറച്ചും കൂടെ ഓക്ക് ഉണ്ടാക്കണം. വുഡിൻ്റെ ആവശ്യമില്ല, ഉള്ളി ഓക്ക്. അടിച്ചു കയറി വാ. ഓക്കെ, നമുക്ക് അടിച്ചു കയറി വാ എന്ന് പറഞ്ഞപ്പോഴത്തേനും എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ആക്സ് വേണം. ആക്സ് കിട്ടി. പിക്കാക്സ് വേണം. പിക്കാക്സ് കിട്ടി. ഷവൽ വേണം. അതും കിട്ടി. ഹോയ് വേണം. അതും കിട്ടി. ഓക്കെ ഗൈസ്, നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അണ്ണന്മാർ ഇവിടെ ഉണ്ട് ഗൈസ്. ഇറ്റ്സ് ടൈം ഫോർ മൈനിങ്. അതെ, ഇറ്റ്സ് ടൈം ഫോർ മൈനിങ്. യോ താഴെ ഞാൻ കോള് കണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. താഴെ പോയി വേഗം കോള് പൊട്ടിക്കാം. അല്ല ഗൈസ്, രാത്രിയൊക്കെ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയാണ്. എല്ലാം ഭയങ്കര ഫ്ലെയറിന് വീടുണ്ടാക്കുന്നതിന് മുമ്പ് ഒരു കാണുമല്ലോ ഗൈസ്. അത് വെച്ച് നമുക്ക് വലിഞ്ഞ് കയറാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അയ്യോ, ഓനോ, അയ്യോ പോയി. ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇത് ചത്ത് കഴിഞ്ഞാൽ ഞാനൊക്കെ GT അണ്ണനെ പോലെ ആവാം. എന്നെ കിട്ടൂല. ഇപ്പം എന്താ സംഭവിച്ചേ? അതോ ക്രീപ്പർ വല്ലതും ഉണ്ടായിരുന്നു? അതോ TNTയാ? എനിക്ക് പേടിയാവുന്നു. പേടിയാവുന്നേ. അയ്യോ, എനിക്ക് വന്നാൽ അവിടെ TNTയോ
TNT വരാൻ ചാൻസ് ഇല്ല. ഞാനിത് ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്താണോ? അല്ലെങ്കിൽ ഹീറോ ബ്രൈൻ വല്ലതും ആണെങ്കിലോ? കർത്താവേ, എൻ്റെ സകലമാന ദൈവങ്ങളെ, ഹീറോ ബ്രൈനൊന്നും ഈ ഗെയിമിൽ ഉണ്ടാവില്ലേ? കുറച്ചുകൂടെ മേലോട്ട് പോകാം. രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബെഡ് വെച്ച് ഉറങ്ങാനുള്ള ബെഡും കിട്ടി. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാനത് ക്രിയേറ്റീവ് മൂഡ് പോയിട്ട് ചെയ്തതാണ്. പ്ലീസ്, സത്യമായിട്ട് എനിക്ക് ആരും ഡ്രോപ്പ് ചെയ്ത് കിടക്കണം കണ്ട് ഞാൻ. ഇനി അത് ഹീറോ ബ്രെയിൻ ആണോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടും ഉണ്ട് ഗൈസ്. ബെഡ് വെക്കാൻ ടൈമായി മോനെ. നൈറ്റാവ്. അപ്പോഴത്തേനും നമുക്ക് ഇനി ബെഡിയൊക്കെ കിടക്കാം. ഫോണും കൈ പിടിച്ചാൽ ഓ ഫുഡ് അവിടെ ഫുഡ് തായോ. ഓ ഫയർ ഫുഡായി ഫുള്ളായി ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിവിടെ ഇറങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് ബേസൊക്കെ ഒന്ന് പണിയാം. ഇതൊക്കെ എന്തുവാ, ഒരു ഡയറ്റ് ഒന്നും ഡ്രോപ്പ് ചെയ്യൂല. ഇതങ്ങ് പൊട്ടിക്കാം. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ബേസ്. ഇതാരോടെ കൊണ്ട് ഇത് വെച്ച ഗൈസ്, വെയിറ്റ്, ഇറ്റ് മേ ബി എ ട്രാപ്പ്. എനിക്ക് ഉറപ്പ് ഇത് ട്രാപ്പായിരിക്കും. ഓക്കെ, നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വേൾഡിൽ ഹീറോ ബ്രൈൻ ഉണ്ടെന്ന് ഉറപ്പാ. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ആരായിരുന്നു? നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു അതെന്താന്ന്? ഞാനാണ് ശ്രദ്ധിച്ചില്ല. ഒന്നെങ്കിൽ ക്രീപ്പർ, അല്ലെങ്കിൽ വല്ല TNT. ഞാൻ വന്നപ്പോൾ അവിടെ കണ്ടായിരുന്നു അവിടെ TNT പോലെ എക്സ്പ്ലോഡ് ആയി കിടക്കണം. എനിക്ക് രോമാഞ്ചം വന്നു ഗൈസ്. ഇതൊക്കെ പറയുമ്പോൾ രോമൊക്കെ എണീറ്റ് നല്ല പെടിയായിട്ട് നിൽക്കുന്നുണ്ട്. ബെഡ് വെച്ചിട്ടുണ്ട്, കിടന്നുറങ്ങാം. മോപ്സ് വരുന്നതിന് മുമ്പ് കിടക്കണം ഗൈസ്. നശിപ്പിച്ച്. മോപ്സ് സ്പോൺ ആവുന്നതിന് മുമ്പേ നമുക്ക് കിടക്കാം. ഇനി കിടക്കാവോ? ഇതെന്തുവാ? ഇതിപ്പോൾ മോപ്സ് സ്പോണാവും. എനിക്ക് പേടിയാവണ് അമ്മ. എന്നാ രാത്രിയായി, ഉറങ്ങാ. ചേടാ, ഇത്ര നേരമായിട്ട് ഇതന്നെ ആവാത്തെ. ഇപ്പം രാത്രിയായി, ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങ്. അയ്യോ, ദേ സൺസെറ്റ്. ബെഡ് ഈസ് ടു ഫാർ. എന്നാ രോമാഞ്ചം കയറി വരണം. എന്തോ സംഭവിക്കാൻ പോവാ. യെസ്, അങ്ങനെ നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. യെസ്. ഓക്കെ ഗായ്സ്, നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. സൂര്യൻ എപ്പോഴാണ്? അല്ല, നമ്മൾ കിടന്നപ്പോൾ സൂര്യൻ ഇവിടെ ആയിരുന്നു. അല്ല, കറങ്ങി അടിച്ചിങ്ങോളന്നല്ലോ. ശരിയാ, ബെഡ് പൊട്ടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗായ്സ്? ഒരു ദിവസം ഇത്ര ഉണ്ടെന്ന് ഞാൻ പറയാം. നമുക്ക് ബേസ് വേണം. ബേസ്. വെയിറ്റ്, എനിക്ക് ഇവിടുന്ന് കണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇരിക്കണ ഭാഗം, ഞാൻ ഈ പ്ലസ് വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന ഭാഗം ഒരു വില്ലേജറിൻ്റെ മോന്ത പോലെ ഉണ്ട്. എനിക്ക് പേടിയായിട്ട് വയ്യ. സോ ഗായ്സ്, ഇന്ന് ഇത്രയും വീഡിയോയെ നമ്മൾ ഇടുന്നുള്ളൂ, കാരണം കുറേ സമയമായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബേസ് പണിയുന്നതായിരിക്കും, ബാക്കി എല്ലാം പണിയുന്നതായിരിക്കും. ഇവിടെ ഒന്ന് മൂടാൻ പേടിയാവണം. ഓക്കെ ഗായ്സ്, ഈ റേസർ ഗെയിമിംഗ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ബൈ.